തന്നി അവധാനത, അതേപോലെ തന്നെ ഹിൽമ്, ഈ രണ്ട് ഗുണമുണ്ടല്ലോ, അത് നേളിച്ച പിന്നെ വളരെ വിരളം ആളുകളാണ് ഉണ്ടാവുക. പിന്നെ ഇസ്ലാസൽ മതങ്ങളെ പോലുള്ളവരൊക്കെ ഇതിൽ പെട്ടതാണ്. ഇസ്ലാസൽ മതങ്ങളെ ഒരവിവേകി എങ്ങനെ ഈറിളക്കിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് വിവേകം കൂടുക ചെയ്യുക. അതാണ് ഇപ്പം സെയ്ദ് ബിൻ സാന എന്ന് പറയുന്ന ജൂതൻ നബ്സലാസ്ലം മതങ്ങളെ പരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നബ്സലാസ്ലം മതങ്ങൾ നബിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ പിന്നെ അദ്ദേഹത്തിന് അറിയേണ്ടത് ഒരു അവിവേകിയുടെ പെരുമാറ്റം നബ്സലാസ്ലം മതങ്ങളെ എന്താക്കും എന്നുള്ളതാണ്. ഒരു അവിവേകിയുടെ പെരുമാറ്റം. അപ്പോൾ അവിവേകിയുടെ പെരുമാറ്റം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ വിവേകിയാക്കുമോ വികാരിയാക്കുമോ, അതാണ് നോക്കാനുള്ളത്. അപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹിനെ പരീക്ഷിക്കുകയാണ്. കടം കൊടുത്തിട്ട് ഇന്ന ദിവസം എന്ന് പറഞ്ഞ്. പക്ഷെ ആ ദിവസം അണീൻ്റെ മുമ്പ് തന്നെ വന്നിട്ട് റസൂലുള്ളാഹിനോട് ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾ ലമുത്തുലുൻ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാന്തിക്കും, നാളെ തരാം റസൂലുള്ള പറഞ്ഞു. ഇനിയും കടം തിരിച്ചു വീട്ടാനുള്ള റസൂലുള്ളാഹിൻ്റെ ആവശ്യത്തിനോ കുടുംബത്തിൻ്റെ ആവശ്യത്തിനല്ല. പിന്നെ ഒരു വിഭാഗം ആളുകൾ പാവങ്ങളാണ്, പട്ടിണിക്കാരാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു ടീം വന്നപ്പോൾ അവരെ സഹായിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് എന്ത് ചെയ്തതാണ്, കടം വാങ്ങിയതാണ്. അത് റസൂലുള്ളാഹി ചോദിച്ചാലല്ല, പിന്നെയോ ഈ സെയ്ദ് ബിൻ സാന ഈ അവസരം ഉപയോഗപ്പെടുത്തിയതാണ്. അതേ പറയും, ഞാൻ തരാം ഓൾക്ക് കൊടുക്കാനുള്ള കാരക്ക, നിങ്ങൾ ഇന്ന ദിവസം തിരിച്ചു തന്നാൽ മതി. അപ്പോൾ ആ ദിവസമാകെ ഇനി 3 ദിവസമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീ ഖബർസ്ഥാനിൽ ഒരു ജനാസ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സഹാബികളോടൊത്തിട്ട് അവിടെ പോയിക്കാണ്. അപ്പോൾ അവിടേക്കാണ് ഇയാൾ വരുന്നത്. എന്നിട്ട് പറയുന്നത് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെ ഉണ്ടാവും. എന്തിനാ പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളായിട്ടുള്ള ഇടപാടിൽ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെ പറയുന്നത് റസൂലുള്ളാഹിനെ ഇളക്കാൻ വേണ്ടിയിട്ട്, പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതാണ് വിവേകാണോ വികാരാണോ നിയലിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ അമാന്തിക്കുന്നവരാണ്, ഇന്ന് തരാം നാളെ തരാം അങ്ങനെ നടന്നിട്ടേ ഇല്ല. മാത്രമല്ല ഈ കടത്തിന് ഇനിയും ദിവസങ്ങളുണ്ട് എന്ന് മാത്രമല്ല, അയാൾ എങ്ങനെ ചോദിക്കണേ അറിയോ, നിങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെ ഈ കടത്തിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ നാളെ തരാം എന്ന് പറയുന്നവരാന്ന് മാത്രം അത് ചോദിക്കുന്നത് റസൂലുള്ളാഹിനെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് വലിച്ചാണ്ട് വിട്ടിട്ടാണ് പറയുന്നത്. അതാണ് ഉമർ റളിയല്ലാഹു തആല ഇനി ആളെടുത്തത്. ദേഷ്യം കൊണ്ട് ഉമറിൻ്റെ കണ്ണുകൾ രണ്ടും ഇങ്ങനെ ആകാശഗോളം കറങ്ങുന്നത് പോലെ കറങ്ങിയെന്നാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പിന്നെ സഹോദര, നിങ്ങൾ പിന്നെ നിങ്ങളുടെ കടം ഇടപാടുണ്ടല്ലോ അത് മാന്യമായിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ് വേണ്ടത്. ഒന്നാമത് അതിനുള്ള ടൈമായിട്ടില്ല, പക്ഷേ മാന്യമായിട്ട് ചോദിക്കുകയാണ് വേണ്ടത്. ഉമറിനോട് എന്താ പറഞ്ഞത്? അയാളോട് മാന്യമായിട്ട് പ്രതികരിക്കാനും മാത്രമല്ല അയാളുടെ കടം വേഗം പോയിട്ട് വീട്ടാനാണ്. കടം വീട്ടാൻ പറഞ്ഞു ഉമറിനോട്. ഉമറിനെ തന്നെ അതിന് നിശ്ചയിക്കുകയും ചെയ്തു. ഉമറല്ലേ വാളെടുത്തത്. ഉമറിനെ തന്നെ നിശ്ചയിച്ചിട്ട് പറഞ്ഞു കടം വീട്ടാൻ, ഏറെ കൊടുക്കാനും പറഞ്ഞു. കടം വീട്ടിയാൽ പോരാ, പിന്നെയോ ഏറെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഉമർ പോയിട്ട് ഏറെ കൊടുത്ത് പറയുകയാണ്, എനിക്ക് ഇത്ര ഒന്നും ഞാൻ തന്നിട്ടില്ലല്ലോ. അത് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടതിന് റസൂലുള്ളാഹി ഏറെ തരാൻ പറഞ്ഞാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ വെച്ചാൽ ഇസ്ലാം സ്വീകരിക്കണം. എന്ന് മാത്രമല്ല, ഈ സെയ്ദ് ബിൻ സാന യഹൂദൻ പണ്ഡിതൻ, അയാൾ വലിയ സമ്പത്തുള്ള ആളാണ് മദീന. അദ്ദേഹം അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യാണ്, എൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ പിന്നെ ദീന് മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുമെന്നൊക്കെ പറയണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഇതിൻ്റെ ഹിൽമിൻ്റെയും അനാത്തിൻ്റെയും ഉദാഹരണങ്ങളിൽ ഇതുപോലത്തെ മികച്ചത്. സഹാബികൾ ഇപ്പോൾ മുആവിയ റളിയല്ലാഹു തആലയെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, മുആവിയ റളിയല്ലാഹു തആലയെ പെട്ടെന്നൊന്ന് ഈറളക്കാൻ കഴിയില്ല. കാരണം ഈ 2 ഗുണങ്ങൾ മുആവിയയിൽ, അതുകൊണ്ടാണ് മുആവിയ ലോകരെ നയിച്ചത് ഒരു രാജാവായിട്ട്. ഒരിക്കലും മുആവിയനെ ഈറളക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ്. മുആവിയ റളിയല്ലാഹുവിൻ്റെ ആ ഒരു വിവേകവും അവധാനതയും ഏതൊരാളെയും തോൽപ്പിക്കുമാർ രീതിയിലാണ്. അതുകൊണ്ട് ഒരിക്കൽ നമ്മൾ നാലിക് ഇബ്നു അസ്മാ ഉൽ മുന എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹത്തിന് ആളുകൾ എന്ത് ചെയ്യാണ്, പൈസ കൊടുക്കുകയാണ്, സമ്മാനം കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലും മുആവിയൻ്റെ ഈറിളക്കാൻ പറ്റുമോ, ദേഷ്യം ഇളക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് അയാൾ ആ പാരിതോഷികം വാങ്ങിയിട്ട്, പാരിതോഷികം പ്രതീക്ഷിച്ചിട്ട് മുആവിയൻ്റെ അടുക്കൽ പോയിട്ട് റസൂൽ എങ്ങനെ ശ്രമിക്കുക, എങ്ങനെ പറയുന്നത് അറിയോ? മുആവിയനോട് പറയാണ്, മാ അഷ്ബഹ ഐനൈക് ബി ഐനൈ ഉമ്മിക്, നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ഉമ്മാൻ്റെ കണ്ണും ഒരേപോലെയാണെന്നാണ് പറയണത്. ഉമ്മൻ്റെ കണ്ണും മുആവിയൻ്റെ കണ്ണും ഒരുപോലെ എന്ന് പറയണമെങ്കിൽ ഇയാളെന്ത് വേണം? മുആവിയൻ്റെ ഉമ്മയെ ഇങ്ങനെ അളന്നു നോക്കി കണ്ണൊക്കെ, അത് ഒരാളെ എന്താ ചെയ്യുക, ഒരു അഭിമാനരോഷമുള്ള ഒരാളെ ഇടിക്കും അല്ലെങ്കിൽ കൈകാര്യം ചെയ്യും അല്ലേ? പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹു അതിന് പ്രതികരിച്ചത്, ഹാത്താനിൽ ഐനാനി താലെന്ന ആജബത്ത അബൂ സുഫിയാൻ, ആ 2 കണ്ണുകളും എൻ്റെ ഉപ്പ അബൂ സുഫിയാൻ ഏറെ ഇഷ്ടപ്പെടുത്തിയ കണ്ണുകളാണെന്നാണ് പറഞ്ഞു. മുആവിയ ഇളകിയില്ല. പക്ഷെ മുആവിയ പറഞ്ഞ്, ഈ എന്നോട് പറഞ്ഞ ഇതുണ്ടല്ലോ, ഈ കാര്യം എൻ്റെ താങ്കളുടെ ഉമ്മയുടെ
കണ്ണുകൾ താങ്കളുടെ കണ്ണുകളോട് സാദൃശ്യമാണെന്ന് പറഞ്ഞാൽ ഈ വർത്താനമുണ്ടല്ലോ ഇതൊന്ന് അംർ ബിൻ സുബൈറിനോട് പോയിട്ട് പറയുമെന്ന് ചോദിച്ചാൽ എന്നാൽ പിന്നെ മുആവിയ പറയുന്നുണ്ട് നിങ്ങൾക്ക് സമ്മാനം നിശ്ചയിച്ചിട്ടല്ല നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് പറയണത്, അതിൻ്റെ ഇരട്ടി ഞാൻ തരാം, ഇതൊന്ന് അംർ ബിൻ സുബൈറിനോട് പോയിട്ട് പറയും എന്ന് പറയാം. അപ്പോൾ ഇയാൾ ഈ നാലിക്ക് ഇബ്നു അസ്മാഉൽ മുന ഉണ്ടല്ലോ ഇതിനോളുടെ പൂതി കൊണ്ടാണല്ലോ മൂപ്പര് ചെന്നിട്ട് അംർ ബിൻ സുബൈറിനോട് പറയാണ് മാ അഷ്ബഹ ഐനൈക്ക് ബി ഐനൈ ഉമ്മിക്ക്, ഇടിച്ചാണ് കൊന്ന്. അംർ ബിൻ സുബൈർ ഇടിച്ചാണ് കൊന്ന് അയാളുടെ ഉമ്മനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ. അവസാനം മുആവിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളപ്പോൾ ഇയാൾ പോയിട്ട് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് മണി മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മാതാവിന് കൊടുത്തു എന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞതാണ് മുആവിയ റളിയല്ലാഹു തആലയുടെ ചരിത്രം. അങ്ങനെ ചില അറബികളുണ്ട് മാഷാ അല്ലാഹ്, അവരുടെയൊക്കെ ഈ പിന്നെ ഈ സ്വഭാവം ഈ ഹിൽമ് അനാത്ത് അവരിൽ നിയമിച്ചതിൻ്റെ ചില ചരിത്രം.